എല്ലാവർക്കും നമസ്കാരം. ലളിതാ സഹസ്രനാമം ശ്ലോകം 42. ഭക്തിപ്രിയ ഭക്തിഗമ്യ ഭക്തിവശ്യ ഭയാവഹ ശാംഭവി ശാരദാരാധ്യ ശർവാണി ശർമ്മദായിനി. ഒന്നാമത്തെ നാമം ഭക്തിപ്രിയ. ഭക്തി പ്രിയമായവൾ, ഭക്തി കൊണ്ട് മാത്രം പ്രിയമാകുന്നവളാണ് ദേവി എന്ന് സാരം. ഇവിടെ ഈശ്വരനോടുള്ള അനുരാഗമാണ് ഭക്തി. സ്വയം മറന്നുള്ള ഒരു തരം ചിത്തലയമാണ് ഭക്തി. ശ്രവണം, കീർത്തനം, നാമസ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം എന്ന നവവിധ ഭക്തികൾ ഭാഗവതാദികളിൽ പറയുന്നുണ്ട്. അടുത്ത നാമം ഭക്തിഗമ്യ. ഭക്തി കൊണ്ട് മാത്രം പ്രാപിക്കാൻ കഴിയുന്നവൾ എന്നർത്ഥം. ദേവിയെ പ്രാപിക്കാൻ സ്ഥാനവലിപ്പമോ പ്രഭുത്വമോ ജാതിമേന്മയോ വംശബലമോ ധനസമൃദ്ധിയോ വിജ്ഞാന ഗൗരവമോ കൊണ്ട് ഒരിക്കലും സാധ്യമല്ല. അവ്യാജ ഭക്തി, അതൊന്നു മാത്രമാണ് ദേവിക്ക് പ്രിയം. അതുകൊണ്ട് മാത്രമേ ദേവി വിധേയമാവുകയുള്ളൂ. അടുത്ത നാമം ഭക്തിവശ്യ. ഭക്തിക്ക് വശംവദയാകുന്നവൾ അഥവാ ഭക്തി കൊണ്ട് വശീകരിക്കപ്പെടേണ്ടവൾ എന്നർത്ഥം. സർവതന്ത്ര സ്വതന്ത്രയാണ് ദേവി. അപ്രകാരമുള്ള ദേവി ആർക്കെങ്കിലും വശംവദയാകുന്നുവെങ്കിൽ അത് ഭക്തി കൊണ്ട് മാത്രം എന്ന് താല്പര്യം. ഇതിന് രസകരമായ ഒരു കഥ ഇപ്രകാരം. ഒരിക്കൽ ഭഗവാൻ വിഷ്ണുവും നാരദനും തമ്മിൽ ഒരു സംഭാഷണമുണ്ടായി. ഏറ്റവും വലിപ്പമുള്ള വസ്തു പ്രപഞ്ചത്തിൽ ഏതാണ് നാരദരെ എന്ന് ഭഗവാൻ ചോദിച്ചപ്പോൾ ഭൂമിയാണ് എന്ന് നാരദൻ മറുപടി പറഞ്ഞു. ഭൂമി സമുദ്രത്തിലല്ലേ കിടക്കുന്നത്? വളരെ കുറച്ച് ഭാഗം മാത്രമല്ലേ കരയുള്ളൂ? ഇത് കേട്ട് നാരദൻ ഇപ്രകാരം ഉത്തരം പറഞ്ഞു, അപ്പോൾ സമുദ്രമാണ് വലുതെന്ന്. ഭഗവാൻ മറുപടിയായി ഇങ്ങനെ ചോദിച്ചു, അഗസ്ത്യൻ സമുദ്രത്തെ ഉള്ളം കൈയിലാക്കി ആചമിച്ചില്ലേ എന്ന്. ഉടൻ നാരദൻ മറുപടി പറഞ്ഞു, അപ്പോൾ വലിയ ആൾ അഗസ്ത്യൻ തന്നെ. ഭഗവാൻ വീണ്ടും ചോദിച്ചു, അങ്ങനെ പറയാമോ നാരദരെ? അഗസ്ത്യൻ ഒരു നക്ഷത്രവ്യൂഹം മാത്രമല്ലേ? അത് ആകാശത്തിലെ ഒരു കോണിലല്ലേ നിൽക്കുന്നത്? ഇത് കേട്ട് നാരദൻ വീണ്ടും പറഞ്ഞു, എനിക്ക് തെറ്റിപ്പോയി. ആകാശം തന്നെയാണ് ഏറ്റവും വലിപ്പമുള്ള വസ്തു. ഒരു ചെറു പുഞ്ചിരിയോടെ ഭഗവാൻ ഇപ്രകാരം ചോദിച്ചു, ഞാൻ ഭൂമിയും ആകാശവും പാതാളവും ഒരിക്കൽ 2 ചുവടുകൊണ്ട് അളന്നില്ലേ? ഉടനെ നാണത്തോടെ നാരദൻ പറഞ്ഞു, എന്നെ എന്തിനാണ് ഇങ്ങനെ കുരങ്ങു കളിപ്പിക്കുന്നത്? ഇതങ്ങ് നേരത്തെ പറഞ്ഞാൽ പോരായിരുന്നു? ഭഗവാൻ തന്നെയാണ് ഏറ്റവും വലിയവൻ എന്ന്. അപ്പോൾ ചെറുപുഞ്ചിരിയോടെ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു, നാരദർക്ക് ഇത്രയ്ക്കറിയില്ലേ? ഞാൻ ഭക്തന്റെ ഹൃദയത്തിലെ ഒരു തടവുകാരനല്ലേ? അപ്പോൾ ഭക്തന്റെ ഹൃദയമല്ലേ ഏറ്റവും വലുതെന്ന്. ഇതാണ് ഭക്തിയുടെ വലിപ്പം. അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് നാരദർ ഭക്തിസൂത്രം രചിച്ചത്. അതിനാൽ ഈശ്വരപ്രാപ്തിക്ക് ഏറ്റവും ഉത്തമവും സരളവും ഭക്തിമാർഗം തന്നെയാണ്. അടുത്ത നാമം ഭയാവഹ. ഭയത്തെ അകറ്റുന്നവൾ. ഏറ്റവും വലിയ ഭീതി മരണഭീതി തന്നെയാണ്. ആ ഭയത്തിൽ നിന്നും മുക്തനാകാനാണ് ഭാരതീയ ആചാര്യന്മാർ തന്നെ പറയുന്നത്. ബ്രഹ്മാനന്ദത്തെ അറിഞ്ഞവൻ യാതൊന്നിനെയും ഭയപ്പെടുന്നില്ല. ബ്രഹ്മസ്വരൂപിണിയായ ദേവി എല്ലാ ഭയങ്ങളെയും ദൂരീകരിക്കുന്നു. വായു പുരാണത്തിൽ നിന്നും ആചാര്യ ഭാസ്കരരായ ഉദ്ധരിക്കുന്നത് ഇങ്ങനെ: അരണ്യേ പ്രാന്തരേ വാപി ജലേ വാപി സ്ഥലേഭി വ്യാക്ര കുംഭീര ചോരേഭ്യോ ഭയസ്ഥാനേ വിശേഷത ആദിക്ഷുഭിച്ച സർവേഷു ദേവി നാമാനി കീർത്തിയ. വനത്തിലോ വിജനതയിലോ ജലത്തിലോ മറ്റേതെങ്കിലും സ്ഥലത്തോ കടുവ തുടങ്ങി മൃഗങ്ങൾ, കള്ളൻ, കൊള്ളക്കാർ തുടങ്ങി ഏത് ഭീതിജനകമായ ആവാസഭൂമിയോ ആകട്ടെ, ഭയനിവാരണത്തിന് ദേവിയുടെ നാമജപം ധാരാളം മതിയാകും എന്ന്. അടുത്ത നാമം ശാംഭവി. ശംഭുവിന്റെ പത്നി എന്നർത്ഥം. ശംഭുവിനെ ഭജിക്കുന്നവർക്ക് മാതാവായുള്ളവൾ എന്നും ഹഠയോഗത്തിലും തന്ത്രശാസ്ത്രത്തിലും പ്രസിദ്ധമായ ശാംഭവി മുദ്ര ആ മുദ്രയോട് കൂടിയവൾ എന്നും അർത്ഥം. ശാംഭവി എന്ന പദത്തിന് 8 വയസ്സുള്ള ബാലിക എന്നും അർത്ഥമുണ്ട്. ദേവിയെ ആ അർത്ഥത്തിൽ സങ്കല്പിച്ച് ആരാധിക്കുന്നുണ്ട്. ഇതിന് കുമാരി പൂജ എന്ന് പറയുന്നു. അടുത്ത നാമം ശാരദാരാധ്യ. ശാരദയാൽ ആരാധിക്കപ്പെടുന്നവൾ. ശാരദ എന്നാൽ സരസ്വതി, വാഗ്ദേവത. ശാരദന്മാർ എന്നാൽ സാത്വിക പ്രധാനരായ വിദഗ്ധന്മാർ എന്നൊരു അർത്ഥം കൂടിയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവളാൽ ആരാധിക്കപ്പെടുന്നവൾ എന്നും അർത്ഥം. അടുത്ത നാമം ശർവാണി. ശർവന്റെ അഥവാ ശിവന്റെ പത്നി. പൃഥ്വി തത്വമായ ശർവന്റെ ഭാര്യ സുകേശി എന്നും പുത്രൻ അങ്കാരകൻ എന്നും സ്മരിക്കണം. അങ്കാരകൻ ചൊവ്വയാണ്. ചൊവ്വയ്ക്ക് കുജൻ എന്നും പേരുണ്ട്. അടുത്ത നാമം ശർമ്മദായിനി. ശർമ്മത്തെ അഥവാ സുഖത്തെ ദാനം ചെയ്യുന്നവൾ. ദേവിയെ ഉപാസിക്കുന്നവർക്ക് ഭൗതിക സുഖഭോഗങ്ങളും മോക്ഷപദവും ലഭിക്കുന്നു എന്ന് സാമാന്യമായ അർത്ഥം. നാമങ്ങൾ: ഓം ഭക്തിപ്രിയായേ നമഃ. ഓം ഭക്തിഗമ്യായേ നമഃ. ഓം ഭക്തിവശ്യായേ നമഃ. ഓം ഭയാവഹായേ നമഃ.
ഓം ശാംഭവ്യേ നമഃ. ഓം ശാരദാരാധ്യായേ നമഃ. ഓം ശർവാണ്യേ നമഃ. ഓം ശർമ്മദായിന്യേ നമഃ. എല്ലാവർക്കും ലളിതാ പരമേശ്വരിയുടെ അനുഗ്രഹം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.